നമസ്തേ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കടബാധ്യതയാണോ നിങ്ങളുടെ പ്രശ്നം? എന്നാൽ ഈ ഒരു മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ. ഇത് ഋണഹര ഗണേശന്റെ മന്ത്രമാണ്. ഋണ എന്നാൽ കടമെന്നും ഹര എന്നാൽ നശിപ്പിക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അതായത് കടങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്നാണ് ഈ ഒരു ഭാവത്തിന്റെ സങ്കല്പം. ഋണഹര ഗണേശനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഭക്തർക്ക് കടബാധ്യത അകലുന്നു, കാര്യതടസ്സങ്ങൾ മാറുന്നു, ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുന്നു, മുൻജന്മ പാപങ്ങളിൽ നിന്നും മുക്തിയും ഉണ്ടാകുന്നതാണ്. ഇനി മന്ത്രം ജപിക്കേണ്ട രീതി പറയാം. ആദ്യം ധ്യാനമാണ് ചൊല്ലേണ്ടത്. ധ്യാനം പറയാം. സിന്ദൂരവർണം ദ്വിഭുജം ഗണേശം ലംബോദരം പത്മദളേ നിവിഷ്ടം ബ്രഹ്മാദിദേവേ പരിസേവ്യമാനം സിദ്ധേർയുധം തം പ്രണമാമി ദേവം. അതായത് കുങ്കുമവർണ്ണത്തോടു കൂടിയവനും 2 കൈകളുള്ളവനും വലിയ വയറുള്ളവനും താമര ഇതളിൽ ഇരിക്കുന്നവനും ബ്രഹ്മാ മുതലായ ദേവന്മാരാൽ സേവ്യമാനനും സിദ്ധന്മാരോട് ചേർന്നവനുമായ ഗണപതി ഭഗവാനെ നമസ്കരിക്കുന്നു. ശേഷം ഈ മന്ത്രം ജപിക്കണം. ഓം ഗണേശറിണം ചിന്തി വരേണ്യം ഹൂം നമ ഫഡ്. ശേഷം മംഗളം ജപിക്കുക. മംഗളം ഇതാണ്: മംഗളം ഗണനാഥായ മംഗളം ഹരസൂനവേ മംഗളം വിഘ്നരാജായ വിഘ്നഹർത്തേസ്തു മംഗളം. ഇങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ട രീതി. ഇത് നിത്യവും ജപിക്കാൻ കഴിയുന്നവർക്ക് നിത്യവും ജപിക്കാവുന്നതാണ്. ബുധനാഴ്ച ദിവസം എങ്കിലും കുറഞ്ഞത് ജപിക്കണം. കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.